ലീഗ് കപ്പ് ഫൈനലിൽ സഡൻ ഡെത്തിലേക്ക് നീണ്ട മത്സരത്തിൽ നാഷ്വില്ല സോക്കർ ക്ലബിനെ കീഴടക്കിയാണ് ചരിത്ര വിജയം നേടി മെസ്സിയും സംഘവും കന്നി ലീഗ് കപ്പിൽ മുത്തമിട്ടത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും സമനില നേടിയതോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും തുടർന്ന് സഡൻ ഡെത്തിലേക്കും നീണ്ടത്. ഷൂട്ടൌട്ടിൽ 9-10 ഗോളുകൾക്കാണ് ഇന്റർ മിയാമി ചരിത്ര വിജയം സ്വന്തമാക്കിയത്. മെസ്സിയുടെ ഇടങ്കാലൻ ലോങ് റേഞ്ചർ ആയിരുന്നു മത്സരത്തിലെ പ്രധാന ആകർഷണം. 23-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്നുള്ള ഒരു മഴവില്ല് നാഷ്വില്ലയുടെ പോസ്റ്റിലേക്ക് തൊട്ടുരുമിയിറങ്ങിയത് കാണാൻ തന്നെ ഒരു ബ്യൂട്ടിയായിരുന്നു. അതോടെ ആദ്യ പകുതിയിൽ മിയാമി ഒരു ഗോളിന് ലീഡ് നിലനിർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ആക്രമിച്ചു കളിച്ച നാഷ്വില്ല 56-ാം മിനിറ്റിൽ പിക്കോൾട്ടിന്റെ ഗോളിലൂടെ സമനില കണ്ടെത്തി. മെസ്സി രണ്ടാമതും ഗോൾ വലയ്ക്ക് അരികിലെത്തിയെങ്കിലും ഷോട്ട് പോസ്റ്റിൽ തട്ടി തെറിക്കുകയായിരുന്നു. പിന്നീട് ഇരു ടീമുകൾക്കും ഗോൾ നേടാനാകാതെ വന്നതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് കലാശിക്കുകയായിരുന്നു. ആദ്യ കിക്കെടുത്ത് മെസ്സി അനായാസം ലക്ഷ്യത്തിലെത്തിച്ച് ടീമിന് ഊർജമേകി. എന്നാൽ രണ്ടാം കിക്ക് നാഷ്വില്ലയും 5-ാം കിക്ക് ഇന്റർ മിയാമിയും നഷ്ടമാക്കിയതോടെ സ്കോർ 4-4 എന്നായി. തുടർന്ന് കളി സഡൻ ഡെത്തിലേക്ക് നീങ്ങി. ടീമിലെ 11 താരങ്ങളും പെനാൽറ്റി അടിക്കേണ്ടി വന്നു. എന്നാൽ നാഷ്വില്ലയുടെ ഗോൾ കീപ്പർ ഏലിയറ്റ് പാനിക്കോയുടെ കിക്ക് ഇന്റർ മിയാമി ഗോൾ കീപ്പർ ഡ്രേക്ക് കലണ്ടർ തട്ടിയകറ്റി. മെസ്സിക്കൊപ്പം ഇന്റർ മിയാമിയുടെ വിജയത്തിൽ ഹീറോ ആയി. 7 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ നേടിയ ഇന്റർ മിയാമി ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. മെസ്സി എത്തിയ ശേഷം തുടർച്ചയായ 7 മത്സരങ്ങളും ജയിച്ചാണ് ഇന്റർ മിയാമി തങ്ങളുടെ ആദ്യ ഫൈനലിൽ തന്നെ ജേതാക്കളായത്. മെസ്സിയുടെ കരിയറിലെ 44-ാം കിരീടം കൂടിയാണിത്. ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത നേട്ടമാണിത്. കൂടുതൽ കാൽപന്ത് കളിയുടെ അപ്ഡേറ്റുകൾക്കായി ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കാതെ ഇരിക്കുക.